ഭാര്യയ്ക്ക് വിദ്യാഭ്യാസയോഗ്യതയുള്ളതുകൊണ്ട് മെയിന്റനൻസ് നിഷേധിക്കാൻ കഴിയുന്നതല്ല. ഏൺ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നതും ആക്ച്വൽ ഏണിംഗും വ്യത്യസ്തമാണ്. കേസിലെ കക്ഷികളുടെ വിവാഹം 2018 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടന്നു. 2022 സെപ്പറേറ്റഡ് ആവുകയും ഭാര്യ ഫാമിലി കോടതിയിൽ 50,000 മെയിന്റനൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകുകയും ചെയ്തു. ഭർത്താവ് മുമ്പ് യുകെയിലായിരുന്നു എന്നും പിന്നീട് മൾട്ടിനാഷണൽ കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുകയാണെന്നും ബോധിപ്പിച്ചു. ശമ്പളം കൂടാതെ കൃഷിയിൽ നിന്നും വാടകയിനത്തിലും ഇൻട്രസ്റ്റായും വരുമാനമുണ്ട്. ഡവറിയുമായി ബന്ധപ്പെട്ട ഹറാസ്മെന്റും ക്രൂവൽറ്റിയും കാരണമാണ് താൻ മാറി നിൽക്കേണ്ടി വന്നതെന്നും ഇത്തരമൊരു കേസ് ഫയൽ ചെയ്യേണ്ടതായി വന്നതെന്നും ഭാര്യ. എന്നാൽ ഈ വാദങ്ങളെ ഭർത്താവിന്റെ ഭാഗം എതിർത്തു. സ്വന്തമായി വരുമാനമുണ്ടാക്കാൻ കഴിവുള്ള ക്വാളിഫൈഡായ എഞ്ചിനീയറാണ് ഭാര്യ. ഫ്രീലാൻസ് വർക്കുകളിൽ നിന്നും മറ്റ് ജോലികളിൽ നിന്നും വരുമാനവുമുണ്ട്. കൂടാതെ ഭാര്യയുടെ അക്കൗണ്ടിൽ ആവശ്യത്തിനുള്ള ഫണ്ടുമുണ്ട്. ഇരുഭാഗത്തെയും കേട്ടതിന് ശേഷം ഫാമിലി കോടതി 40,000 ഭാര്യയ്ക്ക് മെയിന്റനൻസ് അനുവദിക്കുകയുണ്ടായി. ഈ വിധിയിന്മേൽ ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചു. ഭർത്താവിന്റെ ഭാഗം ഹൈക്കോടതിയിൽ വാദിച്ചത് ഫാമിലി കോടതി വിധി പറഞ്ഞത് ഓഡിയോ, വീഡിയോ തുടങ്ങിയ തെളിവുകളും മെറ്റീരിയൽ കോൺട്രഡിക്ഷനും ഇഗ്നോർ ചെയ്തുകൊണ്ടാണ്. എന്നാൽ ഭർത്താവിന്റെ ഈ വാദത്തെ ഹൈക്കോടതിയും റിജക്റ്റ് ചെയ്തു. മെയിന്റനൻസ് ആവശ്യപ്പെടുന്ന സമയത്ത് ഭാര്യയ്ക്ക് വരുമാനമുള്ളതായി യാതൊരു തെളിവുമില്ല. ഭർത്താവ് വാദിക്കുന്നത് പോലെ ഭാര്യയ്ക്ക് ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകാം. എന്നാൽ അതിന്റെ പേരിൽ മെയിന്റനൻസ് തടയപ്പെടുന്നില്ല. മെയിന്റനൻസ് നിശ്ചയിക്കുമ്പോൾ കഴിവല്ല, യഥാർത്ഥ വരുമാനമാണ് നോക്കേണ്ടതെന്ന് ഹൈക്കോടതി. വൈവാഹിക ജീവിതത്തിലെ വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് ജോലി ഉപേക്ഷിക്കേണ്ടതായി വരാം. ഭർത്താവിന് നല്ല വരുമാനമുള്ള സ്ഥിതിക്ക് ഭാര്യയുടെ ഇത്തരം സന്ദർഭങ്ങളിൽ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭാര്യ-ഭർതൃ ബന്ധത്തിൽ കുറഞ്ഞ കാലയളവിൽ അകൽച്ചയുണ്ടായത് മെയിന്റനൻസ് അവകാശത്തെ ബാധിക്കുന്നതല്ല. ഭാര്യയ്ക്ക് സ്ത്രീധനമായി ലഭിച്ചതോ മുൻപ് നടന്ന അത്തരം ട്രാൻസാക്ഷനോ മെയിന്റനൻസിന് കണക്കാക്കാൻ കഴിയുന്നതുമല്ല. അത് ഭാര്യയുടെ മാത്രം സ്വത്താണ്. ഭർത്താവിന് 18 ലക്ഷം രൂപ വാർഷിക വരുമാനമുണ്ട് എന്നത് തെളിവ് നൽകി നിഷേധിക്കാൻ ഭർത്താവിന്റെ ഭാഗത്തിന് കഴിഞ്ഞിട്ടുമില്ല. മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലിയുള്ളതും ലോഡ്ജ് ഉൾപ്പെടെ മറ്റ് അസറ്റ്സ് ഉള്ളതും ഭർത്താവ് അഡ്മിറ്റ് ചെയ്യുന്നുമുണ്ട്. ഇത്തരം കാരണങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഫാമിലി കോടതി അനുവദിച്ച മെയിന്റനൻസ് എമൗണ്ട് ശരിയായതാണ്. ഭർത്താവിന്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും കണക്കിലെടുക്കേണ്ടതുണ്ട്. എന്നാൽ ഭാര്യയ്ക്ക് വരുമാനമുള്ള ജോലി ലഭിക്കുമ്പോൾ ഈ ഓർഡർ മോഡിഫൈ ചെയ്യാവുന്നതാണെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ഗജേന്ദ്ര സിംഗാണ് കേസ് പരിഗണിച്ചത്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.